നമസ്കാരം. ഇന്ന് നമ്മൾ പോളിറ്റിയിൽ പുതിയൊരു ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, പ്രസിഡൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരുപാട് മുൻപ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ്. എങ്കിലും നമ്മളതിൽ പറഞ്ഞിരുന്നു, പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ ലോക്സഭ, രാജ്യസഭ മാത്രമല്ല പ്രസിഡൻറ്റും കൂടെ അതിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. പക്ഷേ പ്രസിഡൻറ്റ് ഒരിക്കലും ലോക്സഭയിലെയോ രാജ്യസഭയിലെയോ മെമ്പർ ആയിരിക്കരുത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് പക്ഷേ പ്രസിഡൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെയും കൂടെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ പ്രസിഡൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതായത് എവിടെയാണ് പ്രസിഡൻറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസാണ് വേണ്ടത്, എന്താണ് എലിജിബിലിറ്റി, എങ്ങനെയാണ് ഇലക്ഷൻ സംഭവിക്കുന്നത്. അതായത് ഒരു ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യാൻ ഒരു വീഡിയോയിൽ പറ്റില്ല, കാരണം ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ചായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഭരണഘടനയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 5 ആർട്ടിക്കിൾ 52 പറയുന്നത് ദർ ഷാൽ ബി എ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് ഒരു പ്രസിഡൻറ്റിനെ വേണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 52 അതിനുശേഷം ഓരോരോ ആർട്ടിക്കിളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ വേറെയും പറയുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് 52 തൊട്ട് 62 വരെയും പ്രസിഡൻറ്റിനെ കുറിച്ചും പിന്നെ 63 തൊട്ട് വൈസ് പ്രസിഡൻറ്റിനെ കുറിച്ചുമാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ 52 to 62 മാത്രമല്ല പ്രസിഡൻറ്റിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. വേറെയും ആർട്ടിക്കിൾ 72, പിന്നെ അതിൽ ഇലക്ഷൻ പ്രൊസീജിയറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 123 പറയുന്നത് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ദ പ്രസിഡൻ്റ് ആണ്. അപ്പോൾ വേറെയും ഒരുപാട് ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട്. പക്ഷേ ജനറലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 52 to 62 ഓൾമോസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിജിബിലിറ്റി. ഒരു ആൾക്ക് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആവണമെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ എലിജിബിളായിട്ട് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം പറയുന്നത് ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഒരു ഇന്ത്യൻ പൗരന് മാത്രമേ ഇന്ത്യയിലെ പ്രസിഡൻ്റ് ആവാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം സിറ്റിസൺ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം ഏജാണ്. വയസ്സ് അറ്റ്ലീസ്റ്റ് 35 ആയിരിക്കണം. 35 ഇയേഴ്സാണ് അവരുടെ മിനിമം ഏജ് ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോക്സഭ ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടി ഒരാൾക്ക് എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് ആണോ ആവശ്യമുള്ളത് അതെല്ലാം ഇദ്ദേഹത്തിനും ഉണ്ടായിരിക്കണം. പിന്നെ അടുത്ത ഒരു പോയിൻ്റാണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. അത് നമ്മൾ പലയിടത്തും കേൾക്കുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടുക. ഒരു ഓഫീസിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് അതിനുള്ള പ്രോഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതിൽ നിന്ന് നമുക്ക് സാമ്പത്തിക ലാഭം, ശമ്പളമോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക ലാഭമോ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഓഫീസിനെയാണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ കീഴിലും ഉള്ളതിനെയാണത് പറയുന്നത്. അതായത് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. അങ്ങനെ ആണെങ്കിൽ പോലും ചിലപ്പോൾ അത് രാജിവെച്ചിട്ട് വേണം ഇതിൻ്റെ ഇലക്ഷൻ പ്രൊസീജിയറൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിലുള്ള കാര്യം. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ടെന്യൂറാണ്. അതായത് ടെന്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം ഒരാൾ പ്രസിഡൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ എത്ര കാലം നിൽക്കാൻ സാധിക്കും? 5 വർഷം. ഓക്കെ, 5 വർഷമാണ് പ്രസിഡൻ്റായിട്ട് തന്നെ നിലനിൽക്കുന്നത്. ഇനി അതിനിടയ്ക്ക് ഈ 5 വർഷം പൂർത്തിയാവുന്നതിന് മുൻപ് അദ്ദേഹത്തിന് റിസൈൻ ചെയ്യണമെന്ന് വിചാരിക്കുക. റിസൈൻ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നിക്കഴിഞ്ഞാൽ ആർക്കാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത്? കാരണം പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യയാണ്, പ്രഥമ പൗരനാണ് ഇന്ത്യയുടെ. അപ്പോൾ പിന്നെ ആർക്ക് കൊടുക്കും റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത് വൈസ് പ്രസിഡൻറ്റിനാണ്. ഓക്കെ, അഡ്രസ്സ് ചെയ്യുന്നത് വൈസ് പ്രസിഡൻറ്റിന് ആണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത്. ഇനി ഇദ്ദേഹത്തിന് റിസൈൻ മാത്രമേ ചെയ്യാവുള്ളൂ. അതായത് 5 വർഷത്തിന് ശേഷം കാലാവധി കഴിയുമ്പോൾ പോവുക, അതല്ലെങ്കിൽ റിസൈൻ ചെയ്യാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അതാണ് റിമൂവൽ ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ പറയുന്ന ഇതാണ് ഇംപീച്ച്മെൻറ്റ്. നമ്മളിപ്പം US പ്രസിഡൻറ്റിന് ഒക്കെ ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിനു മുൻപ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ ആണെങ്കിലും അല്ല അതിന് മുൻപ് ബിൽ ക്ലിൻ്റനെ ആണെങ്കിലും ഒക്കെ. പക്ഷേ ഇന്ത്യയിൽ ഇതുവരെ ഒരു പ്രസിഡൻറ്റ് പോലും ഇംപീച്ച് ചെയ്യപ്പെട്ടിട്ടില്ല.
ഓക്കെ. പക്ഷേ ഇംപീച്ച്മെൻറ്റ് പ്രൊവിഷൻ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 61 ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എങ്ങനെ ഇംപീച്ച് ചെയ്യാം എന്നുള്ള അതിനും കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. പിന്നെ പറയുന്നത് റീ ഇലക്ഷൻ. അതായത് ഇപ്പോൾ ഒരാൾ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആൾ 5 വർഷം കാലാവധി കഴിഞ്ഞു. എന്നിട്ട് പിന്നെയും ഇലക്ഷൻ വരുന്ന സമയത്ത് പറയുകയാണ്, ഓക്കെ നിങ്ങളെ തന്നെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് നമ്മൾ നിർത്താൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് തീരുമാനിച്ച് അദ്ദേഹം വീണ്ടും ഇലക്ഷനിൽ നിന്ന് വീണ്ടും ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രസിഡൻ്റ് ആവും. അങ്ങനെ എത്ര തവണ വേണമെങ്കിലും ഒരാൾക്ക് പ്രസിഡൻ്റായിട്ട് നിൽക്കാൻ സാധിക്കും. അൺലിമിറ്റഡ് ടൈംസ് ആണ്. പക്ഷേ US പ്രസിഡൻ്റ് കേസിൽ 2 തവണ മാത്രമേ പ്രസിഡൻ്റായിട്ട് നിൽക്കാൻ പാടില്ല. അതും 2 തവണ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇലക്ഷന് പങ്കെടുക്കാൻ സാധിക്കില്ല. ഓക്കെ. നമ്മുടെ അമേരിക്കൻ പ്രസിഡൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മിക്ക ആൾക്കാരും 2 തവണ പ്രസിഡൻ്റായി നിന്നിട്ടുണ്ട്. ഒബാമയൊക്കെ. ട്രംപിന് സാധിച്ചില്ല. ഇത്തവണ 1 തവണയേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ ഇറ്റ് ഈസ് അൺലിമിറ്റഡ്. ഓക്കെ. അതാണ് നമ്മൾ ടെന്യൂറിൻ്റെ കാര്യം പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് അടുത്ത സെക്ഷനായിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ പ്രോസസ്സാണ് കേട്ടോ. ഇലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് ഇലക്ഷൻ പ്രോസസ്സ് മാത്രമായിട്ട് നമുക്കൊരു വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു അരമണിക്കൂർ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വളരെയധികം വിശദമാക്കി പറയുന്നില്ല. വളരെ ചെറിയൊരു രീതിയിൽ നമ്മൾ പറയാം. നമ്മൾ സാധാരണ എങ്ങനെയാണ് ഇലക്ഷൻ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? പഞ്ചായത്ത് ഇലക്ഷൻ നടക്കും. പിന്നെ നിയമസഭ ഇലക്ഷൻ, അതായത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതാണ് നിയമസഭ എന്ന് പറയുന്നത്, അതിലേക്കുള്ള ഇലക്ഷൻ നടക്കും. പിന്നെ കുറച്ചുകൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലോക്സഭയിലേക്കുള്ള ഇലക്ഷനും നടക്കും. രാജ്യസഭയിലേക്ക് ഇലക്ഷൻ നമ്മൾ പോയിട്ടൊന്നും ചെയ്യാറില്ല. അത് വേറൊരു സെക്ഷൻ, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇലക്ഷനെ പറ്റി പറഞ്ഞപ്പോൾ ഇനി പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ, വൈസ് പ്രസിഡൻ്റൊക്കെ ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. ഓക്കെ. നമ്മളിവിടെ ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് ചൂസ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവരുടെ ഇലക്ഷനെ നമ്മൾ പറയുന്നത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്നാണ്. അതായത് നമ്മൾ ഇലക്ട് ചെയ്ത ആൾക്കാർ ചെന്ന് വീണ്ടുമല്ല, നമ്മൾ ഇലക്ട് ചെയ്ത ആൾക്കാർ പോയിട്ട് ഇലക്ട് ചെയ്യുന്നു. അതാണ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അതായത് അത് നമ്മൾ എന്താ പറയുക, ജയിപ്പിച്ച് വിട്ട ആൾക്കാരാണ്. അപ്പോൾ അത് നമ്മളുടെയും കൂടെ താല്പര്യമാണ് എന്നൊക്കെ പരിഗണിച്ചിട്ടാണ് ഈ ഒരു ഇലക്ഷൻ വീണ്ടും, അതായത് സാമ്പത്തികമായിട്ട് ഒരു ഇലക്ഷൻ നടത്താൻ ഒരുപാട് പൈസ ചിലവുണ്ട്. അപ്പോൾ എല്ലാ പോസ്റ്റിന് വേണ്ടിയും നടത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഇൻഡയറക്റ്റ് ഇലക്ഷൻസ് കൂടെ വയ്ക്കുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ഇലക്ഷൻ നടത്തുമ്പോൾ ആ ഇലക്ഷന് ആരൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അതിന് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ആ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ടറൽ കോളേജ്. ഓക്കെ. ഇലക്ടറൽ കോളേജ് എന്നാണ് അതിന് പറയുന്ന പേര്. ഈ ഇലക്ടറൽ കോളേജിൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഈ ഇലക്ടറൽ കോളേജിൽ ആദ്യം ഉണ്ടാകുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇലക്റ്റഡ് MPs. ഓക്കെ. ഇലക്റ്റഡ് MPs എന്ന് പറയുമ്പോൾ എവിടേക്കാണ് MPs ഉള്ളത്? രാജ്യസഭയിലുണ്ട്, ലോക്സഭയിലും ഉണ്ട്. ഓക്കെ. അതായത് നമ്മൾ ജയിപ്പിച്ച് വിട്ട് അവിടെ നിന്ന് രാജ്യസഭയിലേക്കും പിന്നെ ലോക്സഭയിലേക്കും പോയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇലക്റ്റഡ് എന്ന് പ്രത്യേകം പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇലക്റ്റഡ് അല്ലാത്ത ആൾക്കാർ അവിടെ ഉണ്ടോ? ഉണ്ട്. അവരാണ് നോമിനേറ്റഡ് മെമ്പേഴ്സ്. എന്ന് വെച്ചാൽ നമുക്കല്ല, പ്രസിഡൻറ്റിന് ചില ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും രാജ്യസഭാ മെമ്പറായിട്ട്. സച്ചിൻ ടെണ്ടുൽക്കർ, ജയ ബച്ചൻ, നമ്മുടെ സുരേഷ് ഗോപി ഫസ്റ്റ് ടൈം പോയതും അങ്ങനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടാണ് പോയത്. അപ്പം നോമിനേറ്റഡ്, അതായത് ഇവരൊക്കെ പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൽ എല്ലാവർക്കും, അതായത് ഇപ്പോൾ ചില മേഖലകളുണ്ട്, അതായത് എന്താ പറയുക, സാംസ്കാരികമായ മേഖലകളിൽ ഈ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്ന ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ, അങ്ങനെ 12 പേരെ നോമിനേറ്റ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. അങ്ങനെയാണ് സച്ചിൻ ടെണ്ടുൽക്കറിനെയും ജയ ബച്ചനെയും അല്ലെങ്കിൽ ഏതൊക്കെ ആക്ടേഴ്സൊക്കെ ഒരുപാട് പേരുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. അവരെല്ലാം ഈ വഴിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇലക്റ്റഡ് പക്ഷേ ആ നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അടുത്ത സെക്ഷനാണ് ഇലക്റ്റഡ് MLAs.
ഓക്കെ, അപ്പോഴും നമ്മൾ വിചാരിക്കും അപ്പോൾ MLA എന്ന് പറയുമ്പോഴും ഇലക്റ്റഡ് അല്ലാത്തവരുണ്ടോ എന്ന് വിചാരിക്കാം. ഉണ്ട്, അവിടെയും നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതാണ് ആംഗ്ലോ ഇന്ത്യൻസ്, 2 പേരെ നോമിനേറ്റ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, അതാണ് ഇലക്റ്റഡ് MLAs. ഇനി MLC എന്ന് പറയുന്ന വേറൊരു സംഭവമുണ്ട്. അതായത് MLC എന്ന് പറയുമ്പോൾ നമ്മൾ MLA എന്ന് പറയുന്നത് എന്തിനെയാണ്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് MLA എന്ന് പറയുന്നത്. ഇതുപോലെ MLC എന്ന് പറയുന്നത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. കേരളത്തിന് ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമസഭ മാത്രമേ ഉള്ളൂ. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ കേന്ദ്രത്തിൽ നമുക്കൊരു രാജ്യസഭയുള്ളതുപോലെ അപ്പോൾ 2 ഹൗസസ് ആയില്ലേ, അതിനെയാണ് ബൈക്യാമറൽ സിസ്റ്റം എന്നാണ് അതിനെ പറയുന്നത്. ഇതുപോലെ ചില സംസ്ഥാനങ്ങളിലും ഇതുപോലെ 2 ഹൗസസ് ഉണ്ട്, ലോവർ ഹൗസും അപ്പർ ഹൗസും. അതിൽ ലോവർ ഹൗസാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അപ്പർ ഹൗസാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലും. അപ്പോൾ രാജ്യസഭയിലേക്ക് എങ്ങനെയാണോ ആൾക്കാർ പോകുന്നത്, അതേപോലെ ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക്, നിയമസഭയിലേക്ക് മത്സരിച്ച ആൾക്കാരെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് എലക്ട് ചെയ്ത് പോകുന്ന വേറൊരു പരിപാടി കൂടിയുണ്ട്. അത് പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ 6 സ്റ്റേറ്റിലാണ് ഇതാകെ ഉള്ളത് കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ് 6 സ്റ്റേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക, ആന്ധ്ര, പിന്നെ തെലങ്കാന, ഓക്കെ, ബീഹാർ, UP, മഹാരാഷ്ട്ര. ഓക്കെ, ഈ 6 സംസ്ഥാനങ്ങൾക്ക് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്. പക്ഷേ അവിടെയുള്ള ആൾക്കാർ പ്രസിഡൻഷ്യൽ ഇലക്ഷന് പങ്കെടുക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ഇത് വരില്ല. പിന്നെ ഈ ഇലക്റ്റഡ് MLAസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ ഇലക്റ്റഡ് MLAസിൽ ഇവർ സ്റ്റേറ്റ്സിൽ മാത്രമല്ല കേട്ടോ നമുക്ക് നിയമസഭയുള്ളത്, നമുക്ക് യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നൊരു സ്ഥലത്ത് കൂടെ ഉണ്ട്. എന്നാൽ ഏതൊക്കെ യൂണിയൻ ടെറിട്ടറീസിലാണ് നിയമസഭ ഉള്ളതെന്ന് ആർക്കെങ്കിലും അറിയാമോ? പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരി, ഡൽഹി, ഓക്കെ, അരവിന്ദ് കെജ്രിവാൾ. പിന്നെ ഉള്ളതാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ഷനെ പറ്റി മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ഇത് പറഞ്ഞല്ലോ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഈ ഇലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചാട്ടോ. കുറച്ച് ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത്, കാരണം ഒരുപാട് വിശദീകരിക്കാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ അതിന് വേണ്ടിയിട്ട് ഇട്ടേക്കാം. അപ്പോൾ അപ്പോൾ ഈ ഇലക്ഷന് നമ്മൾ പറയുന്ന പേരാണ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്നാണ് പറയാം. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾ പോകുന്നു, അവിടെ ലിസ്റ്റിൽ കുറേ പേരുണ്ടാവുന്നു, നമ്മൾ ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യുന്നു, അയാളുടെ പേര്, അതായത് നമ്മൾ ആകുന്ന ഒരാൾക്ക് ഒരു വോട്ട് ആണ് ആ മറ്റേ ആൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ഷന് നിൽക്കുന്ന കാൻഡിഡേറ്റിന് കിട്ടുന്നത് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു വോട്ടാണ് കിട്ടുന്നത്, അതിൻ്റെ വാല്യൂ 1 ആണ്. പക്ഷേ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനിൽ അങ്ങനെയല്ല. പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന നമുക്ക് ഒരാളെ മാത്രമേ അതിൽ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അയാൾക്ക് 1 ആണ് വാല്യൂ. അയാൾക്ക് കിട്ടുന്നത് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു വോട്ട് ആണ് അയാൾക്ക് കിട്ടുന്ന ഒരു വാല്യൂ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമുക്കറിയാം പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്യുന്നത് നമ്മളല്ല, MLAസും MPസും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു MLA എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു MP എന്ന് പറയുന്ന അവരുടെ നിയോജക മണ്ഡലത്തിലെ ആൾക്കാരുടെ പ്രതിനിധിയായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അയാൾക്ക് വെറും 1 എന്നുള്ളത് കൊടുക്കാൻ പാടില്ലല്ലോ, അല്ലേ? അപ്പോൾ അത് വളരെ കുറഞ്ഞു പോവില്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, MLAയുടെ വോട്ടിനും, അതായത് ഒരു MLAയുടെ വോട്ടിന് ഒരു വാല്യൂ ഉണ്ട്, ഒരു MPയുടെ വോട്ടിനും ഒരു വാല്യൂ ഉണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു MLAയുടെ വോട്ടിൻ്റെ വാല്യൂ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അയാൾ, അതായത് ഒരു MLA ഏത് സ്റ്റേറ്റിൽ നിന്നാണോ വരുന്നത് ആ സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷൻ എടുക്കും. ഓക്കെ, പോപ്പുലേഷൻ ഓഫ് ദ ഏത് സ്ഥലത്തെ MLA ആണോ, ഏത് നിയമസഭയത്തെ MLA ആണോ ആ MLA, ഇപ്പോൾ കേരളത്തിലെ MLA ആണെങ്കിൽ കേരളത്തിൻ്റെ പോപ്പുലേഷൻ എടുക്കുക ബൈ നമ്പർ ഓഫ് എലക്റ്റഡ് MLAs. ഓക്കെ, എലക്റ്റഡ് MLAs എത്ര എണ്ണം ഉണ്ടോ അത് വരുന്നു ഇൻറ്റു
1/1000. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ഇതിപ്പോൾ കേരളത്തിലെ എം എൽ എ ആണെങ്കിൽ കേരളത്തിൻ്റെ പോപ്പുലേഷൻ വരും, ഇനി അല്ലാതെ ഇപ്പോൾ ഉത്തർപ്രദേശിലെ എം എൽ എ ആണെങ്കിൽ ഉത്തർപ്രദേശിൻ്റെ പോപ്പുലേഷൻ വരും കേട്ടോ. അതെടുത്തു. ഇതിൽ നിന്ന് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ ആണ് ആ എം എൽ എയുടെ വോട്ടിൻ്റെ വാല്യൂ. ഓക്കെ, ഇനി നമ്മൾ എം പിയുടെ വോട്ടിൻ്റെ വാല്യൂ പറയുകയാണെങ്കിലോ, എം പിയുടെ വോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ, അതായത് എല്ലാ എം എൽ എസിൻ്റെയും വോട്ടിൻ്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ, അതായത് എല്ലാ സ്റ്റേറ്റിലെയും എല്ലാ എം എൽ എമാരുടെയും വോട്ടും കൂടെ കൂട്ടി കഴിയുമ്പോൾ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലക്റ്റഡ് എം പീസ്. ഓക്കെ, മൊത്തം എത്ര എം പിമാരുണ്ടോ, ഇങ്ങനെയാണ് ഇവരുടെ വോട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു എം എൽ എയുടെയും ഒരു എം പിയുടെയും വോട്ടിൻ്റെ വാല്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും വോട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് 4 പേര് ഉണ്ടെന്ന് വിചാരിക്കാം, അതായത് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് 4 പേരുണ്ടെന്ന് വിചാരിക്കാം. നമുക്കവരെ ABCD എന്നാണ് കാൻഡിഡേറ്റ്സിൻ്റെ പേരായിട്ട് ആണെന്ന് വിചാരിക്കാം. ഇതിൽ നമ്മൾ സാധാരണ ഇലക്ഷന് പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ABCDയിലത്തെ ഏതെങ്കിലും ഒരാൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു, വോട്ട് ചെയ്യുന്നു, വരുന്നു. ഇതാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഈ 4 പേർക്കും നമ്മൾ വോട്ട് കൊടുക്കും, പക്ഷേ നമ്മുടെ പ്രിഫറൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ സപ്പോസ് എൻ്റെ പ്രിഫറൻസിൽ എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ കൊടുക്കുന്നത് ബിക്കാണെങ്കിൽ ബിക്ക് ഫസ്റ്റ് പ്രിഫറൻസ്, ഡിക്ക് സെക്കൻഡ് പ്രിഫറൻസ്, എക്ക് തേർഡ് പ്രിഫറൻസ്, സിക്ക് ഫോർത്ത്, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ എം എൽ എമാരും എം പിമാരും പോയിട്ട് വോട്ട് ചെയ്യും. ഇതിൽ ചില വോട്ട് വാലിഡ് ആയിരിക്കും, ചിലത് ഇൻവാലിഡ് ആയിട്ട് പോകും, അതായത് അസാധുവായിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെന്നിട്ട് ചിലർ ബിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തു, ചിലർ എക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തു, ഈ നമ്പർ മാറിയും മറിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. അങ്ങനെ വോട്ടിംഗ് എല്ലാം കഴിഞ്ഞു. വോട്ടിംഗ് എല്ലാം കഴിയുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ഇവിടെ ഇനി വോട്ട് എണ്ണാൻ പോവാണ് കേട്ടോ. വോട്ട് എണ്ണുമ്പോൾ ആദ്യം ഇവിടെ നോക്കേണ്ട വേറൊരു സാധനമുണ്ട്, അതിൻ്റെ പേരാണ് ഇലക്ടറൽ കോട്ട എന്ന് പറയും. ഈ ഇലക്ടറൽ കോട്ടയ്ക്കും ഒരു ഫോർമുലയുണ്ട്. ഈ ഇലക്ടറൽ കോട്ട എങ്ങനെയാണ് കണക്കാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ്, എല്ലാവരും കൂടി ചെന്ന് വോട്ട് ചെയ്തതിൽ ചിലത് അസാധുവായി പോകുമല്ലോ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് ബൈ 1 + 1 = 2 ആണല്ലോ. ഓക്കെ, ഇതിനെ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു സംഭവം കിട്ടും, അതിനെ +1 ചെയ്യാം, അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് ഇലക്ടറൽ കോട്ട. ഇനി ഈ എല്ലാവരും ചെന്ന് വോട്ട് ചെയ്തു, അതിൽ നിന്ന് ഇനി വോട്ട് എണ്ണുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് പേർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടിയിട്ടുണ്ടാവും, ഒരുപാട് നമ്പർ ഓഫ് ഫസ്റ്റ് പ്രിഫറൻസും കിട്ടിയിട്ടുണ്ടാവും. ഈ ഫസ്റ്റ് പ്രിഫറൻസുകളെല്ലാം കൂടെ നോക്കും. അപ്പം ബിക്ക് ഇത്ര ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടിയിട്ടുണ്ട്, സിക്ക് ഇത്ര പ്രിഫറൻസ് കിട്ടിയിട്ടുണ്ട്, ഡിക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട്, എക്ക് ഇത്ര കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ നോക്കുമ്പം ഏറ്റവും കുറവ് ഫസ്റ്റ് പ്രിഫറൻസ് ആർക്കാണോ കിട്ടിയിട്ടുള്ളത് അയാൾ ഓട്ടോമാറ്റിക്കലി അവിടെ ക്യാൻസലായി പോകും, എന്ന് വെച്ചാൽ ഔട്ടായി പോകും. ഓക്കെ, സപ്പോസ് എക്കാണ് ഏറ്റവും കുറവ് ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടിയിരിക്കുന്നെങ്കിൽ എ അവിടെ ഔട്ടായിപ്പോയി. ഓക്കെ, ബാക്കി ഇനി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ എന് സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ. എല്ലാവരും എക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ട് മീൻസ് ഫസ്റ്റ് പ്രിഫറൻസ് എണ്ണം കുറവായതുകൊണ്ടാണ് എ ഔട്ടായത്. ഈ എന് കുറേ പേര് സെക്കൻഡ് പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ആ വോട്ടുകളിനെ ബാക്കിയുള്ള ഈ BCD എന്ന് പറയുന്ന ബാക്കി വന്ന 3 ആൾക്കാർക്കായിട്ട് ഈ എയുടെ സെക്കൻഡ് പ്രിഫറൻസ് വോട്ടുകൾ ഇവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടായിട്ട് പോകും. അപ്പോൾ ഇതുവരെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രിഫറൻസ് ആർക്കാണോ കിട്ടിയത് ഇവരുടെയൊക്കെ വോട്ടിംഗ് ഇവരുടെയൊക്കെ എന്താ പറയുക, അത് മാറി മറിഞ്ഞു പോവും സ്റ്റേറ്റസ്. ഇത്രയും നേരം ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് തേർഡിലോട്ടും ആയിപ്പോവും, അങ്ങനെയൊക്കെ. ഇതിൽ വേറൊരു കാര്യം പറഞ്ഞു, ഇപ്പം നമ്മൾ ഏറ്റവും കുറവ് എക്ക് ഉണ്ടായിരുന്നത് മാറിയെന്ന് പറഞ്ഞല്ലോ. ഈ ഏറ്റവും ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടുകളുടെ എണ്ണം നമ്മൾ നോക്കിയില്ലേ, അതാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ സപ്പോസ് ബിക്കാണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ എന്ന് നമ്മൾ വിചാരിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രിഫറൻസ് നമുക്ക് ബിക്കാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ പിന്നെ എന്താ നോക്കാമെന്നറിയോ, ഈ ബി ഇലക്ടറൽ കോട്ടയുടെ വാല്യൂ അത്രയും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കും. അത്രയും കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ എന്താ പറയുക, ക്യാൻസൽ ചെയ്യലോ ഈ എനെ ക്യാൻസൽ ചെയ്യലോ ആ വക പരിപാടിയൊന്നും ഉണ്ടാവില്ല. ബിക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടി, ബി ഇലക്ടറൽ കോട്ട വാല്യൂം ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബി അപ്പം തന്നെ ഡയറക്റ്റ്ലി ഇലക്റ്റഡ് ആണ് ആസ് എ പ്രസിഡൻറ്റ്. ഇനി ഇല്ല, ഇവർക്കിപ്പം ഈ ബിക്കൊന്നും അത്രയും വാല്യൂ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഈ എ ക്യാൻസൽ ആവുന്നതും ഇവരുടെ സെക്കൻഡ് പ്രിഫറൻസ് വോട്ടുകൾ ഇവർക്ക് കൊടുക്കുന്നതും വോട്ടിംഗ് വീണ്ടും വാല്യൂ ചെയ്യുന്നു, കണക്കാക്കുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഈ വക പരിപാടിയൊക്കെ നടക്കുന്നത് പിന്നീടാണ് കേട്ടോ. അങ്ങനെ നോക്കിയിട്ടാണ് ഒരാൾ എന്താവുന്നത്, പ്രസിഡൻ്റായിട്ട് മാറുന്നു. ഇനി ഇവിടെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കാം, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, അയ്യോ അവർ കണക്കൂട്ടിയത് ശരിയായില്ല, വാലിഡിറ്റി ശരിയില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ ഇതെല്ലാം പോകുന്ന സ്ഥലമാണ് സുപ്രീം കോർട്ട്. ഓക്കെ, സുപ്രീം കോർട്ടാണ് ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപമാണ് ഇപ്പോൾ ഞാൻ തന്നത്. എങ്ങനെയാണ് ഇലക്ഷൻ നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇംപീച്ച്മെൻറ്റ് നടക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു നോട്ടീസ് കൊടുക്കണം. ഓക്കെ, ഈ ഇംപീച്ച്മെൻറ്റ് നടക്കുന്നത് സെൻറ്ററിലാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർലമെൻറ്റിലെ ലോക്സഭ, രാജ്യസഭ അവിടെ മാത്രമാണ് ഇത് നടക്കുള്ളൂ. ഇതിലേതെങ്കിലും ഒരു ഹൗസ് ആണ് പറയുന്നത് ഓക്കെ നമുക്ക് ഈ പ്രസിഡൻറ്റിനെ ഇംപീച്ച് ചെയ്യണം എന്നുള്ളത്. പ്രസിഡൻറ്റിനെ ഇംപീച്ച് ചെയ്യുന്നത് ഏത് ഗ്രൗണ്ടിലാണ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 61 പറയുന്നത് വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ആർട്ടിക്കിൾ 61 പറയുന്നത്. പക്ഷേ ഈ വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിലിപ്പോൾ ആർക്കെങ്കിലും ലോക്സഭയിലോ രാജ്യസഭയിലോ അവർ ഓക്കെ നമുക്ക് ഇത് ഇംപീച്ച്മെൻറ്റിൻ്റെ പരിപാടികൾ തുടങ്ങാം എന്ന് പറയുമ്പോൾ ഏത് ഹൗസാണോ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ആ ഹൗസ് ഇങ്ങനൊരു സംഭവം ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ഒരു നോട്ടീസ് കൊടുക്കണം. ഓക്കെ, ഈ നോട്ടീസ് 14 ദിവസം മുൻപ് കൊടുത്തിരിക്കണം. ഓക്കെ, 14 ദിവസം മുമ്പ് കൊടുത്തിരിക്കണം. പിന്നെ ഈ നോട്ടീസിൽ 25%, അതായത് 1/4 ഓഫ് ദ മെമ്പർഷിപ്പ് ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ്, ആ ഏത് ഹൗസ്, ഇപ്പോൾ ലോക്സഭയാണെങ്കിൽ ലോക്സഭ, ഇനിയല്ല രാജ്യസഭയിലെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ 1/4 ഭാഗമെങ്കിലും ഈ നോട്ടീസിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ നമുക്ക് ഇങ്ങനൊരു സംഭവം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കണം. എന്നിട്ട് ഈ നോട്ടീസ് കൊടുത്തു, 14 ദിവസത്തെ നോട്ടീസ് കൊടുത്തു, ഇംപീച്ച്മെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങുകയാണ്. സപ്പോസ് ഇപ്പോൾ ലോക്സഭയിലാണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്തതെന്ന് വിചാരിക്കാം. 14 ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ പ്രോസസ്സ് തുടങ്ങും. പ്രോസസ്സ് തുടങ്ങി കഴിയുമ്പോൾ ഇതിനെ അറ്റ്ലീസ്റ്റ് ഈ ഒരു സംഭവം പാസ്സാവണമെന്നുണ്ടെങ്കിൽ ആ ഹൗസ്, അത് ലോക്സഭയിലാണ് തുടങ്ങുന്നതെങ്കിൽ ആ ഹൗസിൽ 2/3 മെജോറിറ്റി, അതായത് ആ ഹൗസിലെ മൊത്തം മെമ്പേഴ്സിൻ്റെ 2/3 ഈ റെസൊല്യൂഷനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇത് അടുത്ത ഹൗസിലേക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ ഇതിവിടെ തന്നെ തള്ളിപ്പോവും. ഓക്കെ, 2/3 പേരും ചെയ്തു എന്ന് വിചാരിക്കുക. അതുകൊണ്ട് ഇത് നെക്സ്റ്റ് ഹൗസായ രാജ്യസഭയിലേക്ക് പോകും. ഇനിയിപ്പോൾ രാജ്യസഭയിലാണ് ഇനീഷ്യേറ്റ് ചെയ്തെങ്കിൽ നെക്സ്റ്റ് ഹൗസായ ലോക്സഭയിലേക്ക് പോകും. ഓക്കെ, ഈ അടുത്ത ഹൗസിൽ ചെന്ന് അവിടെ നിന്ന് ഇത് തള്ളിപ്പോവുകയാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല. ഇനി അല്ല, അവിടെയും ഇത് പാസ്സായി എന്ന് വിചാരിക്കുക, അവിടെയും 2/3 മെജോറിറ്റിയിൽ ഇത് പാസ്സായി കഴിഞ്ഞാൽ ദെൻ പ്രസിഡൻറ്റ് ഇംപീച്ച് ചെയ്യപ്പെട്ടതായിട്ട് കണക്കാക്കും. ഹിൽ ബി റിമൂവ്ഡ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രസിഡൻറ്റിന് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും, പ്രസിഡൻറ്റിന് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഈ റെസൊല്യൂഷൻസൊക്കെ നടക്കുന്ന മീറ്റിങ്സ്, എന്താ പറയുക, സെഷൻസ് എല്ലാം പ്രസിഡൻറ്റിന് അറ്റൻഡ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഡിഫെൻഡും ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. ഓക്കെ, ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇംപീച്ച്മെൻറ്റിൽ ആരൊക്കെ പങ്കെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇലക്ഷന് ആരൊക്കെ പങ്കെടുക്കുന്നത് കണ്ടിരുന്നല്ലോ. അതുപോലെ ഇംപീച്ച്മെൻറ്റിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദ ഹൗസസ്. ഓക്കെ, ഇത് മറ്റ് ഇലക്ഷനിൽ നോമിനേറ്റഡ് മെമ്പേഴ്സ് പങ്കെടുക്കാൻ പാടില്ലായിരുന്നു, പക്ഷേ ഇംപീച്ച്മെൻറ്റിൽ അവർ പങ്കെടുക്കും. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ
MLAs, മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അതുപോലെ അത് 2 സ്ഥലത്തെ, അതായത് സ്റ്റേറ്റിലെയും യു.ടിയിലെയും ഉണ്ടായിരുന്നല്ലോ, അതുപോലെ MLAമാർ യു.ടിയിലെ യൂണിയൻ ടെറിട്ടറിയിലെ ആണെങ്കിലും സ്റ്റേറ്റിലെ ആണെങ്കിലും MLAമാർക്ക് പങ്കെടുക്കാൻ പാടില്ല. അവർ ഇലക്ഷന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഇംപീച്ച്മെൻറ്റിൽ പങ്കെടുക്കില്ല. നോമിനേറ്റഡ് മെമ്പേഴ്സ് ഇലക്ഷന് പങ്കെടുത്തിട്ടില്ല, പക്ഷേ ഇംപീച്ച്മെൻറ്റിൽ പങ്കെടുക്കാം. അപ്പോൾ ഇതാണ് ഇംപീച്ച്മെൻറ്റിനെ കുറിച്ചുള്ളത്. ഇനി പവേഴ്സ് ഓഫ് ദ പ്രസിഡൻ്റാണ് ഇനി നമുക്കുള്ളത്. അത് നമ്മൾ വേറൊരു വീഡിയോയിലാക്കാം, കാരണം അതും കൂടി ആക്കി കഴിയുമ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ട് പോവും. അതുകൊണ്ടാണ്. സോ ഇത്ര നേരം കേട്ടതിന് താങ്ക് യു.